ഒരു ആദ്യം ഞങ്ങൾ കേൾക്കുമ്പോൾ ഒരു പശു ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഹസ്ബൻഡും കൂടി. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ ഒരു 5 അതിൽ നിന്ന് പിന്നെ ഒരു വീടൊന്നും ഉണ്ടായിരുന്നില്ല. അത് പശുവിനെ നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് വീടും ഇതായത്. ഇവർ നമ്മളുടെ കുട്ടികളാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ 18 മാസം കൊണ്ട് കുത്തിവെച്ചിട്ട് ഇപ്പം ഈ ആഴ്ച ഡെലിവറിക്ക് റെഡി ആയി നിൽക്കുന്നതാണ്. ഇവൾ ഈ ആഴ്ചയാവും, അവളൊരു 15 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവും. ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഊരകത്താണ്. ഇവിടെ ഹരി പ്രേമ ഒരു അമ്മയും മോനും നടത്തുന്ന ഒരു ഫാമാണ്. ശരിക്കും ഇതൊരു പരമ്പരാഗതമായി ഇവർ കുടുംബപരമായി നടത്തി വരുന്ന ഫാമാണ്. ഇപ്പോൾ ഇവിടെ ഒരു 15ഓളം പശുക്കളുണ്ട്. അവയുടെ പരിപാലനം, പാലുകൾ വീടുകളിൽ എത്തിക്കുക, ഒപ്പം ഇതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ യോഗേർട്ട്, പനീർ എന്നിവ കൂടി ഇവർ വിപണനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫാമിലെ കാഴ്ചകൾ നമുക്ക് വിശദമായി തന്നെ കാണാം. എന്തൊക്കെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇതാണ് നമ്മുടെ പ്രേമ ചേച്ചി, മകൻ ഹരി. ഇവരാണ് ഈ ഒരു ഫാം നോക്കി നടത്തുന്നത്. ശരിക്കും മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് പിന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പാരമ്പര്യം പേരക്കുട്ടി തുടർന്നു, അങ്ങനെ പറയാം അല്ലേ? ശരിക്കും എത്ര വർഷമായി ഇവിടെ ഈ ഒരു ഫാം സെറ്റ് ചെയ്തിട്ട്? ഇവിടെ നമുക്ക് സ്റ്റാർട്ടായിട്ട് ഒരു 35 വർഷത്തോളം. 35 വർഷമായി. ഓക്കെ, 35 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുന്നു. ശരിക്കും ഒരു ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ശരിക്കും പുതുതലമുറ ആളുകളൊക്കെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കുറവാണ്. എല്ലാവരും അത് ഉപേക്ഷിക്കുക, മറ്റു ജോലികളിലേക്ക്, എന്താ പറയുക, വൈറ്റ് കോളർ ജോബിലേക്കൊക്കെ തിരിയുന്ന ഒരു കാലമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഹരി ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തത്? വൈറ്റ് കോളർ ജോബ് തന്നെയായിരുന്നു. അച്ഛൻ്റെ ഒരു വിയോഗത്തിലാണ് ഞാനിത് ഏറ്റെടുക്കണേ. ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം നമ്മളിവിടെ ഞാൻ കോട്ടയത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം അച്ഛന് വയ്യാണ്ടായപ്പോൾ പിന്നെ എനിക്കവിടെ പറ്റില്ല. ഞാൻ ഒറ്റ മോനാണ്. അപ്പം എനിക്ക് എൻ്റെ പ്രസൻസ് ഇവിടെ ആവശ്യമാണ്. അപ്പം ഞാൻ ജോലി ക്വിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യല്ല, ഇത് കണ്ടിന്യൂ ചെയ്യാൻ എന്ന രീതിയിൽ തീരുമാനിച്ചു, അങ്ങനെ ഏറ്റെടുത്തു. ഇപ്പൊ എത്ര വർഷമായി ശരിക്കും ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങിയിട്ട്? 3 വർഷത്തോളമായി. 3 വർഷമായിട്ട് ഫുൾ ടൈം ഇതിലാണ്. ഓക്കെ, എങ്ങനെയുണ്ട് പശു? ആ അവരും ഒരു ജീവികളാണ്. അപ്പൊ നമ്മളുമായിട്ടുള്ള ഒരു ആത്മബന്ധം, ആ ഒരു തൊഴിലെല്ലാം മുതലേ ഇവര് എൻ്റെ ഏജ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിനും. അപ്പം ചെറുപ്പം മുതലേ നമ്മൾ ഗ്രോൺ അപ്പ് ഒക്കെ ഇവരുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു ബോണ്ടിങ് ഉണ്ട്, വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല. പ്രേമചേച്ചി, നമുക്കിവിടെ 10-13 പശുക്കളുണ്ട്. ഫുള്ള് പ്രേമചേച്ചി ആയിരിക്കും അല്ലേ ഫുൾ ടൈം ഇതിനൊക്കെ നോക്കുന്നതൊക്കെ? എന്തെങ്കിലും അവരുടെ ഒരു ഭാവ വ്യത്യാസം വരെ അറിയാൻ പറ്റും? അതെ, ഒരു നേരം നമ്മൾ തീറ്റ എടുത്തില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ കൺമുമ്പിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിന് ഇതാവാൻ പറ്റും. എങ്ങനെയാ തീറ്റയൊക്കെ എന്താ കൊടുക്കുക ശരിക്കും? തീറ്റ, പല്ലറ്റ്, അതെല്ലാം ഇതാവാറുണ്ട്. നമ്മളിപ്പോ ഇത് പുല്ല്, ഇതിപ്പോ വക്കോല്, ഇനി സൈലേജ് ഉണ്ട്, പിന്നെ ചോളം കട്ട് ചെയ്ത് അത് കൊടുക്കാറുണ്ട്. പിന്നെ രാവിലെ പല്ലറ്റ്, പരുത്തിക്കുരു, കപ്പലണ്ടി പിണ്ണാക്ക്, ഇതിന്റെ ചോളം, അതൊക്കെയാണ് കൊടുക്കാറ്. ഇപ്പൊ പണ്ട് ചെയ്തിരുന്ന രീതിയും ഇപ്പൊ ആ തീറ്റയിലൊക്കെ വ്യത്യാസം ഹരി വരുത്തിയിട്ടുണ്ട് കുറെ. അന്ന് ഞങ്ങൾക്ക് ബിയർ വേസ്റ്റും ചോളത്തൊണ്ടും അതൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പല്ലറ്റൊക്കെ കുറച്ച് കൊടുക്കണ്ടായിരുന്നു, അതാണ് ധാരാളം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഹരി ഇതിലേക്ക് ഇറങ്ങിയ പിന്നെ എല്ലാം അവർക്ക് നല്ല പ്രോട്ടീൻ കിട്ടണം പറഞ്ഞിട്ട് അതൊക്കെ അതിനനുസരിച്ച് മാറ്റം വരുത്തി. അപ്പൊ നമുക്ക് പാല് കൂടുതൽ കിട്ടും. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ യോഗേർട്ട് ഉണ്ടാക്കുന്നു, പനീർ ഉണ്ടാക്കുന്നു, എങ്ങനെ അമ്മയുടെ ഒരു സപ്പോർട്ട് എങ്ങനെ? എല്ലാത്തിലും അവനെ സഹായിക്കും. എന്തായാലും ഇതൊക്കെ ഇവരുടെ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആണ് അല്ലേ? എന്തായാലും ഹരിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോവാ. ഇനിയും ഹരിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അപ്പൊ അതൊക്കെ പൂവണിയട്ടെ. എങ്ങനെയാ നമ്മുടെ റുട്ടീൻ എങ്ങനെയാ ഇവിടെ വരുന്നത്? ഇവിടെ നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യണം 3:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ജസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയോട് കൂടെ നമ്മൾ കറവ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 5:45 തൊട്ട് നമ്മളിവിടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. പാൽ ഇവിടെ വന്ന് വാങ്ങിക്കും ആളുകൾ? അല്ല, നമ്മൾ അത് ഇവിടെ അടുത്തുള്ളവർ മാത്രം ഇവിടെ വന്ന് മേടിക്കും. ബാക്കി നമ്മൾ ഡെലിവറി ആണ് എല്ലാം. ഒരുവിധം എത്ര ലിറ്റർ കൊടുക്കാൻ പറ്റും ഡെയിലി? ഇപ്പൊ രാവിലെയും വൈകിട്ടും കൂടി ഡെയിലി നമുക്ക് ഇവിടെ ഒരു 140 ലിറ്ററോളം നമ്മൾ സെയിൽ ചെയ്യും. വന്ന് വാങ്ങിക്കും, കൊണ്ടുകൊടുക്കും. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ കുറച്ച് ഫാമും അസോസിയേറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട് പശുക്കള്. അങ്ങനെ ചെയ്യുന്നത് കുറച്ച് വിപുലമായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച്
ഇവിടെ നമുക്ക് സ്പേസ് ഭയങ്കര ലിമിറ്റഡ് ആണ് ഇവിടെ. കുറച്ച് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പിന്നെ വേറെ സ്ഥലത്തും കൂടെ നമ്മൾ കുറച്ച് ലീസിന് എടുത്തിട്ട് അവിടെയുണ്ട് ഒരു 15-16 പശുക്കളും അവിടെയുണ്ട്. പിന്നെ കുറച്ച് കുട്ടികളുണ്ട്. നമ്മൾ തന്നെ ഇപ്പം ആ സൈഡ് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ നമ്മളുടെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെയാണ്. നമ്മൾ നോക്കി വലുതാക്കിയ കുട്ടികൾ തന്നെയാണ്. HF ജേഴ്സി, സിന്ധി ഒക്കെ ക്രോസ് ആണ്. അതിലിപ്പം പ്യൂർ HF ഇതൊക്കെ വരണത് ഇവര് 3 പേരെ മാത്രമേ ഞാനിപ്പം മേടിച്ചിട്ടുള്ളൂ. പുറമേക്കാരുള്ളവര്, അതായത് നമ്മുടെ തലമുറയായിട്ട് കയറി നിൽക്കുന്നവരാണ്. ഒക്കെ കുട്ടികളുടെ കുട്ടികളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് അനുബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്ന യോഗട്ടും പിന്നെ പനീറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉള്ള പോലെ നെയ്യ്, തൈര്, മോര്, അതൊക്കെ ഉണ്ട്. ശരിക്കും ഒരു പാല് വിൽപ്പന മാത്രമല്ലാതെ കുറച്ചും കൂടി വെർസറ്റൈൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റബിൾ ആവും അല്ലേ? കുറച്ചും കൂടെ നമുക്കൊരു ബെറ്റർ ആണ്. സാധാരണ ഒരു ഫാം പശു എന്ന് പറയുമ്പോൾ പാല് വിൽക്കുക, അതിനപ്പുറം ചിന്തിക്കുന്നവർ കുറവാണ്. അതെ, അല്ല അങ്ങനെ മാത്രം ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ പറ്റില്ല. അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കൊരു ഡയറി പ്രോസസ്സിംഗ് പ്ലാന്റ് അടക്കം ചെയ്യാനാണ് എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ കുറെ റിസർച്ച് ഒക്കെ പറയുന്നത് അല്ലെങ്കിൽ കുറെ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ നാട്ടില് പാല് അനുബന്ധ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. പക്ഷെ ഇവിടെ അത്രയും പ്രൊഡക്ഷൻ വരുന്നില്ല. പ്രൊഡക്ഷൻ ഇല്ല എന്ന് പറയുന്നത് ഒന്നാമത് ഇത് വർദ്ധിച്ചു വരുന്ന ചെലവുകൾ തന്നെയാണ് അതിന്റെ. പിന്നെ ഈ പറഞ്ഞ മാതിരി റെസ്റ്റ് ഇല്ലാണ്ടുള്ളൊരു ജോലിയാണ്. 24/7 ഒരേ കാര്യങ്ങൾ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും എഫേർട്ട് എടുത്തിട്ട് അതിനുള്ളൊരു ഇൻകം ഇല്ലെങ്കിൽ അതാണ് കൂടുതലായിട്ടും ആരും അതിലേക്ക്. പക്ഷെ നിങ്ങൾ അതൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് അല്ലേ? അല്ല, ആ ഒരു സാധ്യത ഉണ്ടല്ലോ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അത് ചെലവ് എക്സ്പ്ലോർ ചെയ്ത് എടുക്കാന്നുള്ളതാണ് നമുക്ക്. അതെങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കാന്നുള്ളതിലാണ് നമ്മളുടെ ഒരു കഴിവ് ശരിക്കും അതിൽ ഉള്ളത്. കാരണം അധ്വാനം കൂടുതലാണ്, അതിനനുസരിച്ച് ഒരു ഇൻകം വരണം. അതെ. അതിന് നമുക്ക് പ്രൊഡക്റ്റുകളും ഇതുപോലെ ബ്രാൻഡിങ്ങിലേക്ക് വന്നാലാണ് നമുക്കത് ശരിക്കും ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നമ്മൾ പാലെടുക്കുന്നു, കൊടുക്കുന്നു, അങ്ങനെ ജീവിച്ചുകൊണ്ട് ഒരു ഗ്രോത്ത് ഒരു ഇത് ഉണ്ടാവില്ല ബിസിനസ്സിന്. നമുക്ക് ഒരു സ്റ്റാഫാണുള്ളത്, ബാക്കിയൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഒരു വളരെ വിപുലമായി ഈ ഒരു അനിമൽ ഹസ്ബൻഡറിയിലൊക്കെ സജീവമാവാൻ തന്നെയാണ് ഒരു യങ് ഫാമർ എന്ന നിലയിൽ ഹരിയുടെ ആഗ്രഹം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ 10 പശുവുള്ളൂ. ഇപ്പൊ അത് ഏകദേശം 30ഓളം പശുവായിട്ട് ഒരു 3 വർഷത്തോളം ഇവിടെയും വേറൊരു സ്ഥലത്തായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇപ്പം അത്രയും ആയിട്ടുണ്ട്. നമുക്കിപ്പോ ഒരു 300 ലിറ്ററിന്റെ അടുത്ത് ഇനി പ്രൊഡക്ഷനും ആയിട്ടുണ്ട്. ഇനി ഇവരുടെ ഇനി അടുത്ത തലമുറ വരുന്നത് ആവുമ്പോഴേക്കും എനിക്ക് ഈ 500 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് എത്താൻ പറ്റും. കാരണം ഇപ്പൊ വരുന്നൊക്കെ കുറച്ചും കൂടി പ്രതിരോധ ശേഷി കൂടിയതും കുട്ടികളെ അതുപോലെയാണ് നമ്മൾ അവരുടെ പെഡിഗ്രിയും കാര്യങ്ങളൊക്കെ അതുപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് കറക്റ്റ് 18 മാസത്തിൽ ഞാനിപ്പം കുത്തി വെച്ച് ചെന പിടിപ്പിക്കുന്നുണ്ട്. അതിലിപ്പം ഇപ്പൊ 2 പേര് നമുക്ക് ഡെലിവറി കഴിഞ്ഞു. അവർ നല്ല റിസൾട്ടാണ് നമുക്ക് തരുന്നത്. ആ ഒരു കോൺഫിഡൻസിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഇതുപോലെയുള്ള പുതിയ തലമുറയൊക്കെ ഈ ഫാമിങ്ങിലും ഇതുപോലെ അനിമൽ ഹസ്ബൻഡറിയിലൊക്കെ സജീവമാകുമ്പോഴാണ് ഈ ഒരു ഫീൽഡ് നമുക്ക് അല്ലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആശ്രയിക്കാതെ നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആവണമെങ്കിൽ ഇത്തരം സംരംഭങ്ങൾ, ഇത്തരം യങ് ഫാമേഴ്സ് ഒക്കെ കടന്നു വരണം. എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഒരുപാട് ബ്രാൻഡിംഗ് ഒക്കെ ചെയ്ത് പ്രൊഡക്ഷൻ ഒക്കെ കൂട്ടി അല്ലെ ഈ ഒരു ഊരകത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ തന്നെ അറിയപ്പെടുന്ന ഒരു അനിമൽ ഹസ്ബൻഡറി ഫാമർ ആവട്ടെ. അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ ദൈവം സഹായിക്കട്ടെ. ഓൾ സപ്പോർട്ട്സ്. എന്തായാലും സൂപ്പറായിട്ട് വരട്ടെ. താങ്ക് യു. എന്തായാലും ഈ ഒരു കൃഷിയിടത്തിൽ നമുക്ക് ഹരിയുടെയും പ്രേമചേച്ചിയുടെയൊക്കെ ഈ ഒരു ഫാം മൃഗങ്ങളെ പശുക്കളെയൊക്കെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം. ഇവരുടെയൊക്കെ അമ്മമാർ നമ്മുടെ അവിടെ തന്നെയുണ്ട്, ആ ഫാമിലാണ്. ഇവരുടെ അമ്മമാരൊക്കെ നന്നായി പെർഫോം ചെയ്യണമാണ്. ഇപ്പം നിലവിൽ 25-26 ലിറ്റർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണായിരുന്നു ഇവരുടെ അമ്മമാർ. ഇവരും അതിൽ മോശം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നല്ല വീനിങ്ങിൽ നല്ല ഇതിൽ നമ്മളുടെ ഒരു പെഡിഗ്രിയിൽ വളർന്നു വന്ന കുട്ടികളാണ്. അതേപോലെ ഇവളാണ് ഇപ്പം നമുക്ക് ഡെലിവറി ആയി കഴിഞ്ഞ് നിൽക്കണം. ഇവളൊരു 20 ലിറ്ററോളം പാല് നമുക്കിപ്പം തരുന്നുണ്ട് ഫസ്റ്റ് ലാക്ടേഷനിൽ. ഇവളും 2.5-3 വയസ്സിൻ്റെ അടുത്താണ് അവളുടെ പ്രായം. കത്തു
ഇത് നമ്മളിവിടെ വളർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ പശുവിന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വയറിന് വല്ല വേദനയോ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിന്ന് 2-3 തളർവെറ്റിലയും കുറച്ച് കുരുമുളകൊക്കെ കൂടി വെളുത്തുള്ളിയും കൂടി കൊടുക്കും. അപ്പോൾ അതിന് സഡനായിട്ടുള്ളൊരു എഫക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അങ്ങനെ പിന്നെ നീരിനൊക്കെ വേണ്ടി ചങ്ങലമ്പരൻ്റെയൊക്കെ ഉണ്ട് നമുക്കിവിടെ. അതൊക്കെ അരച്ചിട്ട് കൊടുക്കുക. അവിടേക്കൊക്കെ വരുമ്പോൾ നീര് വറ്റാനും വേദനയ്ക്കൊക്കെ വേണ്ടിയിട്ട്. അതും കറ്റാർവാഴയൊക്കെ അങ്ങനെ അത്യാവശ്യം കുറച്ച് റെമഡീസൊക്കെ നമ്മളുടേതായിട്ടുള്ളൊരു ഇതുണ്ട്. അതൊക്കെ വെച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കുള്ളൂ. കാരണം മെഡിസിൻസ് അധികം ഇങ്ങനെ യൂസ് ചെയ്യേണ്ടി വരാറില്ല. ഇങ്ങനെ ഒരു ഹോം റെമഡിയാണ് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യണത്. പിന്നെ അകിടുക്കൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നാരങ്ങ നീര് കൊടുക്കും വായയിൽ. അതേപോലെ തന്നെ 2 മുട്ടയുടെ വെള്ളയും ഒരു നാരങ്ങയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കറ്റാർവാഴയുടെ ജെല്ലുണ്ടെങ്കിൽ അത് നല്ലത്. അതും കൂടി ഇട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം ആ നീര് സഡനായിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ശേഷം നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ട് ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഒരുവിധമൊക്കെ ഇതിൽ കൺട്രോൾ ആവും. അതിന് വിട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ വിളിക്കാതിരിക്കില്ല, എന്തായാലും ഡോക്ടറെ വിളിക്കും. പക്ഷേ സഡൻലി ഫസ്റ്റ് കണ്ട ഉടനെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു ഇതിലേക്ക് പോകാണ്ട് അതിനൊരു ചെറിയൊരു തടയായിട്ട് അത് നിൽക്കാറുണ്ട് സാധാരണ.